Hello students, +1 Mathematics, Relations and Functions എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഡേർഡ് പെയേഴ്സ് എന്താണെന്നും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്താണെന്നും നമ്മൾ പഠിച്ചു. അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ എക്സസൈസ് 2.1ൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, P equal to set A, B, C, Q equal to set R, form the sets P cross Q and Q cross P. Are these two products equal? First find out P cross Q. P cross Q is set of all ordered pairs where first element from the set P and second element from the set Q. അപ്പോൾ എ ബി സി ഇതിൽ നിന്നും ഫസ്റ്റ് എലമെന്റ് എടുക്കുക, ആറിൽ നിന്നും സെക്കൻഡ് എലമെന്റ് എടുക്കുക. അപ്പോൾ ഓർഡേർഡ് പെയർ എ ആർ, ബി ആർ, ഓർഡേർഡ് പെയർ സി ആർ ആണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ക്യൂ ക്രോസ് പി. ക്യൂ ക്രോസ് പി എഴുതുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ക്യൂവിലെയും സെക്കൻഡ് എലമെന്റ് പിയിലേതും ആയിരിക്കും. അപ്പോൾ സെറ്റ് ആറിൽ നിന്നും ഫസ്റ്റ് എലമെന്റ് എടുക്കുക, സെറ്റ് എ ബി സിയിൽ നിന്നും സെക്കൻഡ് എലമെന്റ് എടുക്കുക. വി ഗെറ്റ് ഓർഡേർഡ് പെയർ ആർ എ, ഓർഡേർഡ് പെയർ ആർ ബി, ഓർഡേർഡ് പെയർ ആർ സി. ഈ രണ്ട് പ്രോഡക്റ്റും ഈക്വൽ ആണോ? ഈ രണ്ട് പ്രോഡക്റ്റും ഈക്വൽ ആകണമെങ്കിൽ ഓർഡേർഡ് പെയർ എ ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ ആർ എ ആയിരിക്കണം. നമുക്കറിയാം രണ്ട് ഓർഡേർഡ് പെയർസ് ഈക്വൽ ആകണമെങ്കിൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കണം. ഇവിടെ എ നോട്ട് ഈക്വൽ ടു ആർ ആണ്. അതുകൊണ്ട് തന്നെ എ ആർ നോട്ട് ഈക്വൽ ടു ആർ എ. ഹെൻസ് P cross Q not equal to Q cross P. Next question. Ordered pair x by 3 plus 1, comma, y minus 2 by 3 equal to ordered pair 5 by 3, 1 by 3. Find the values of x and y. രണ്ട് ഓർഡേർഡ് പെയേഴ്സ് സെയിം ആകണമെങ്കിൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും സെയിം ആയിരിക്കണം. ഹിയർ എക്സ് ബൈ 3 പ്ലസ് 1 ഈക്വൽ ടു 5 by 3 ആയിരിക്കണം. എക്സ് ബൈ 3 അത് ഫ്രാക്ഷൻ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 1 എന്ന് എഴുതുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 5 by 3 എന്ന് കിട്ടും. 3യും 3യും കട്ട് ചെയ്താൽ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 5. ഹെൻസ് എക്സ് ഈക്വൽ ടു 5 മൈനസ് 3 ഈക്വൽ ടു 2. നെക്സ്റ്റ് സെക്കൻഡ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യുക. y മൈനസ് 2 by 3 ഈക്വൽ ടു 1 by 3. മൈനസ് 2 by 3നെ RHS സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എന്താണ് കിട്ടുക? y ഈക്വൽ ടു മൈനസ് 2 by 3 RHSലേക്ക് പോകുമ്പോൾ 2 by 3 പ്ലസ് 1 by 3. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. ഈക്വൽ ടു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. 2 പ്ലസ് 1 ഈസ് 3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 1. ഹെൻസ് വി ഗെറ്റ് y ഈക്വൽ ടു 1 ആൻഡ് x ഈക്വൽ ടു 2. അപ്പോൾ ഇതേ ടൈപ്പ് പ്രോബ്ലംസ് വന്നാൽ ഫസ്റ്റ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യുക, സെക്കൻഡ് എലമെന്റും ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് അൺനോൺസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെറ്റ് എ ഹാസ് 3 elements ആൻഡ് സെറ്റ് ബി ഈക്വൽ ടു സെറ്റ് 3, 4, 5. ദെൻ ഫൈൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. ഫൈൻഡ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി.
What is the formula to find out number of elements in A cross B? Equal to n of A into n of B. Aയിലെ എലമെന്റ്സിന്റെ എണ്ണത്തിനെ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹിയർ n of A equal to 3. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ്. ഹെൻസ് 3 into 3 equal to 9 elements in A cross B. Number of subsets of A cross B. നമുക്കറിയാം number of subsetsന്റെ ഫോർമുല എന്താണ്? 2 raised to A cross B യിലെ subsets ആണെങ്കിൽ 2 raised to n of A cross B equal to 2 raised to 9 എന്ന് എഴുതാം. That is 2 raised to n of A into n of B. 2 raised to 3 into 3 equal to 2 raised to 9 equal to 512. A equal to set 1, 2. B equal to set 3, 4. Then show that A cross B intersection empty set equal to empty set. We first find out LHS side. ഇനി LHSൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിലുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. Therefore, we first find out B intersection empty set. B set 3, 4 intersection empty set. എലമെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് empty സെറ്റിന് empty ആയിട്ട് എഴുതുക. ഇന്റർസെക്ഷൻ ആണ് അവിടുത്തെ ഓപ്പറേഷൻ. ഇന്റർസെക്ഷൻ മീൻസ് ഈ രണ്ട് സെറ്റിലുള്ള കോമൺ എലമെന്റ്സ് എഴുതണം. ഇവിടെ 3, 4, ഇവിടെയോ എലമെന്റ്സ് ഒന്നുമില്ല. എലമെന്റ്സ് ഒന്നുമില്ലെങ്കിൽ പിന്നെ കോമൺ ആയിട്ടും എലമെന്റ്സ് ഒന്നുമില്ല. ഹെൻസ് എംപ്റ്റി സെറ്റ് ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ് ഈക്വൽ ടു സെറ്റ് 1, 2 ക്രോസ് എംപ്റ്റി സെറ്റ്. ഇവിടെ നമ്മൾ ഓർഡർഡ് പെയേഴ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് എലമെന്റ് സെറ്റ് 1, 2 നിന്നും സെക്കൻഡ് എലമെന്റ് എംപ്റ്റി സെറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. പക്ഷെ എംപ്റ്റി സെറ്റിൽ എലമെന്റ്സ് ഇല്ല, അതുകൊണ്ട് സെക്കൻഡ് എലമെന്റ്സ് എഴുതാൻ സാധിക്കില്ല. അതായത് നമുക്ക് ഓർഡേർഡ് പെയേഴ്സ് ഫോം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. അങ്ങനെ ഒരു ഓർഡേർഡ് പെയർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A equal to set -1, 1. Find A cross A. അപ്പോൾ A cross A is ordered triplet ആണ്. Equal to set -1, 1 cross set -1, 1 cross set -1, 1. First element from this one, second element -1, 1 തേർഡ് എലമെന്റ് സെറ്റ് -1, 1 നിന്നും എടുത്ത് എഴുതുന്ന എല്ലാ ഓർഡേർഡ് ട്രിപ്ലെറ്റും ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് ട്രിപ്ലെറ്റ് -1, -1, -1. നെക്സ്റ്റ് -1, -1, 1. അപ്പോൾ ഇവിടെ -1ഉം -1ഉം ഫിക്സ് ചെയ്ത് ഇവിടെ -1 ആദ്യം എഴുതുക, പിന്നെ 1 എഴുതുക. അപ്പോൾ ഈ -1 കൊണ്ട് എഴുതുന്ന രണ്ട് ഓർഡേർഡ് ട്രിപ്ലെറ്റും എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് -1, 1 ഫിക്സ് ചെയ്തിട്ട് -1ഉം 1ഉം എഴുതുക. അപ്പൊ -1, 1, -1, -1, 1, 1. നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞ എലമെന്റിനും സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്യുക. അപ്പോൾ 1, -1, -1, 1, -1, 1. നെക്സ്റ്റ് 1, 1, -1, 1, 1, 1. അപ്പോൾ ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടാകും? 2 into 2 into 2. 80 എലമെന്റ്സ് ആണ് A cross A യിൽ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A cross B ഈക്വൽ ടു സെറ്റ് ഓർഡർഡ് പെയർ PQ, PR, ഓർഡർഡ് പെയർ MQ, ഓർഡർഡ് പെയർ MR. ഫൈൻഡ് A and B. A ക്രോസ് ബിയിലെ ഓർഡേർഡ് പെയേഴ്സ് ആണ് ഇത്. അതിനാൽ തന്നെ ഈ ഓർഡേർഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റ് എയിലെ എലമെന്റ്സ് ആയിരിക്കും, സെക്കൻഡ് എലമെന്റ് ബിയിലെ എലമെന്റ്സ് ആയിരിക്കും.
അപ്പോൾ പി ക്യൂ എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ എ ക്രോസ് ബിയിലെ ആയതുകൊണ്ട് പി എയിലെ എലമെന്റ് ആയിരിക്കും, ക്യൂ ബിയിലെ എലമെന്റ് ആയിരിക്കും. അപ്പോൾ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി ഓർഡേഡ് പെയർ പി എം. പിയും എമ്മും റെപ്പിറ്റേഷൻ ആണ്. അപ്പോൾ സെറ്റ് പി എം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ് ക്യൂ ആർ, റെപ്പിറ്റേഷൻ ആണ് ക്യൂ ആർ. അപ്പോൾ സെറ്റ് ക്യൂ ആർ. അപ്പോൾ എ ഈക്വൽ ടു സെറ്റ് പി എം, ബി ഈക്വൽ ടു സെറ്റ് ക്യൂ ആർ. അപ്പോൾ എ കിട്ടാൻ ഫസ്റ്റ് എലമെന്റ് എടുക്കുക, ബി കിട്ടാൻ സെക്കൻഡ് എലമെന്റ് കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ആൻഡ് ബി be two sets such that n of a equal to 3 and n of b equal to 2. If ordered pair x1, ordered pair y2, ordered pair z1 are in a cross b, find a and b. അപ്പോൾ എ ക്രോസ് ബിയിലെ എലമെന്റ്സ് ആണ് ഈ മൂന്നെണ്ണം. ഹെൻസ് ഫസ്റ്റ് എലമെന്റ് എയിലെ എലമെന്റ്സ് ആയിരിക്കും, സെക്കൻഡ് എലമെന്റ് ബിയിലെ എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ ഓർഡർ പെയർ x1 എ ക്രോസ് ബിയിലായതുകൊണ്ട് x ബിലോങ്സ് ടു എ, 1 ബിലോങ്സ് ടു ബി. y2 എ ക്രോസ് ബിയിലെ എലമെന്റ് ആയതുകൊണ്ട് y ബിലോങ്സ് ടു എ ആൻഡ് 2 ബിലോങ്സ് ടു ബി. z1 ബിലോങ്സ് ടു എ ക്രോസ് ബി ആണ്. ഹെൻസ് z ബിലോങ്സ് ടു എ, 1 ബിലോങ്സ് ടു ബി. എയിൽ 3 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ എയിലെ എലമെന്റ്സ് ഇവിടെ ഏതൊക്കെ കിട്ടിയേ? എക്സ്, വൈ, സെറ്റ് ബിലോങ്സ് ടു എ. അപ്പോൾ 3 എലമെന്റ്സ് എയിൽ കിട്ടി. ഹെൻസ് എ ഈക്വൽ ടു സെറ്റ് എക്സ്, വൈ, സെറ്റ്. ബിയിൽ 2 എലമെന്റ്സ് ആണ് ഉള്ളത്. 1 ബിയിലെ എലമെന്റ് ആണ്, 2 ബിയിലെ എലമെന്റ് ആണ്. ഹെൻസ് ബി ഈക്വൽ ടു സെറ്റ് 1, 2. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എടുത്താൽ എയിലെ എലമെന്റ് കിട്ടും. അപ്പോൾ എക്സ്, വൈ, സെറ്റ് എയിലെ എലമെന്റ്. സെക്കൻഡ് എലമെന്റ് എടുത്താൽ ബിയിലെ എലമെന്റ് 1, 2 ബിയിലെ എലമെന്റ്. അപ്പോൾ എ ക്രോസ് ബി തന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് എ ആയിരിക്കും, സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ് ബി ആയിരിക്കും. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, സി ഈക്വൽ ടു സെറ്റ് 5, 6, D equal to set 5, 6, 7, 8. Verify that A cross B union C equal to A cross B union A cross C. A cross C is a subset of B cross D. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാൻ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് LHS സൈഡ്. LHSൽ B യൂണിയൻ C ബ്രാക്കറ്റിലായതുകൊണ്ട് ഫസ്റ്റ് B യൂണിയൻ C ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബിയിലെയും സിയിലെയും എല്ലാ എലമെന്റ്സും എഴുതിയാലാണ് യൂണിയൻ കിട്ടുക. അപ്പോൾ ബിയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4. സിയിലെ എലമെന്റ് 5, 6. അപ്പോൾ ഇത് മൊത്തം എഴുതണം. 1, 2, 3, 4, 5, 6. നെക്സ്റ്റ് എ ക്രോസ് ബി യൂണിയൻ സി. എ ഈസ് സെറ്റ് 1, 2 ക്രോസ് ബി യൂണിയൻ സി എഴുതുക. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് സെറ്റ് 1, 2വിൽ നിന്ന് എടുക്കുക. സെക്കൻഡ് എലമെന്റ് 1, 2, 3, 4, 5, 6 ഇതിൽ നിന്നും എടുക്കുക. എന്നിട്ട് നമുക്ക് ഓർഡേർഡ് പെയേഴ്സ് ഫോം ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാ? 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6. നെക്സ്റ്റ് 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സ് 2, 1, 2, 2, 2, 3, 2, 4, 2, 5, 2, 6. That is A cross B union C. Next find out RHS side in A cross B. First find out here. Set 1, 2 cross. Set 1, 2, 3, 4. So 1, 1, 1, 2, 1, 3, 1, 4. Next 2, 1, 2, 2, 2, 3, 2, 4. ഇനി എ ക്രോസ് സി ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെറ്റ് 1, 2 ക്രോസ് സെറ്റ് 5, 6. അപ്പോൾ 1, 5, 1, 6, 2, 5, 2, 6.
അപ്പൊ എ ക്രോസ് ബിയും കണ്ടുപിടിച്ചു, എ ക്രോസ് സിയും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അപ്പൊ എ ക്രോസ് ബിയിലെ എല്ലാ എലമെന്റും എഴുതണം, പിന്നെ എ ക്രോസ് സിയിലെ എല്ലാ എലമെന്റും എഴുതണം. അപ്പോൾ നമുക്ക് യൂണിയൻ കിട്ടും. ഈക്വൽ ടു സെറ്റ് 1 1 1 2 1 3 ഓൾഡ് പെയർ 1 4. ഇവിടെ എന്തുണ്ട്? ഓൾഡ് പെയർ 1 5 1 6. നെക്സ്റ്റ് 2 1 ഓൾഡ് പെയർ 2 2 ഓൾഡ് പെയർ 2 3 ഓൾഡ് പെയർ 2 4 ഓൾഡ് പെയർ 2 5 ഓൾഡ് പെയർ 2 6. അപ്പൊ LHS സൈഡ് നോക്കുക, RHS സൈഡ് നോക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. Next, prove that A cross C is a subset of B cross D. A cross C 1 5 odd pair 1 6 odd pair 2 5 odd pair 2 6. B cross D. B is set 1 2 3 4 cross set 5 6 7 8. 1 5 1 6 1 7 1 8. Next 2 start ചെയ്യുന്ന ഓർഡർ പെയർ 2 5 2 6 2 7 2 8. നെക്സ്റ്റ് 3 ഓർഡർ പെയർ 3 5 ഓർഡർ പെയർ 3 6 ഓർഡർ പെയർ 3 7 ഓർഡർ പെയർ 3 8. നെക്സ്റ്റ് ഓർഡർ പെയർ 4 5 ഓർഡർ പെയർ 4 6 ഓർഡർ പെയർ 4 7 ഓർഡർ പെയർ 4 8. അപ്പൊ എ ക്രോസ് സി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എ ക്രോസ് സിയിലെ ഈ ഓർഡർ പെയർസ് ഒക്കെ ബി ക്രോസ് ഡിയിൽ ഉണ്ടായാൽ മതി. 1 5 ഉണ്ടോ നോക്കുക. അതാ ഇവിടെ 1 5 എന്ന് പറഞ്ഞ ഓർഡർ പെയർ ബി ക്രോസ് ഡിയിലും ഉണ്ട്. 1 6 ബി ക്രോസ് ഡിയിലുണ്ട്. 2 5ഉം ബി ക്രോസ് ഡിയിലുണ്ട്. 2 6ഉം ബി ക്രോസ് ഡിയിലെ ഓർഡേഡ് പെയർ ആണ്. അപ്പൊ എ ക്രോസ് സിയിലെ എല്ലാ ഓർഡർ പെയർസും ബി ക്രോസ് ഡിയിലും ഉണ്ട്. Hence, every element of A cross C is also an element of B cross D. This is definition of subset. That is, A cross C is a subset of B cross D. Next, homework. G equal to set 7 8. H equal to set 5 4 2. Find G cross H and H cross G. State whether the following statement true or false. P equal to set M N. Q equal to set N M. Then P cross Q equal to set odd pair M N odd pair N M. Correct ആണോ? M N ഉണ്ട്. M M എന്ന് പറഞ്ഞ ഓർഡർ പെയർ ഇതിലില്ല. അതുമാതിരി എൻ എൻ എന്ന് പറഞ്ഞ ഓർഡർ പെയറും ഇതിലില്ല. പി ക്രോസ് ക്യൂയിൽ എത്ര എലമെന്റ്സ് വേണം? 4 എലമെന്റ്സ് ഉണ്ടാകണം. പക്ഷെ പി ക്രോസ് ക്യൂവിൽ 2 എലമെന്റ് മാത്രമേ ഉള്ളൂ. എം എം ഇതിലില്ല. അതുമാതിരി ഓർഡർ പെയർ എൻ എന്നും പി ക്രോസ് ക്യൂവിലില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, ഫോൾസ് ആണ്. പി ക്രോസ് ക്യൂ അവിടെ എഴുതുക. ആ 4 ഓർഡർ പെയർസും എഴുതുക. A cross B equal to this set. Find A and B. First element എടുത്താൽ A കിട്ടും. A B. A equal to set A B. B equal to set X Y. A B are given. Write A cross B. How many subsets will A cross B have? A cross B ക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ഫോർമുല എന്താണ്? 2 raised to n of A cross B is 2 raised to 2 into 2 2 raised to 4 equal to 16 സബ്സെറ്റ്സ് ഉണ്ട്. 16 സബ്സെറ്റ് എ ക്രോസ് ബിക്ക് ഉണ്ട്. ആ 16 സബ്സെറ്റ്സും എഴുതണം. ഫസ്റ്റ് എന്ത് എഴുതാ? എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ് ഏതൊക്കെയാണ്? സെറ്റ് ഓർഡർ പെയർ 1 3, സെറ്റ് ഓർഡർ പെയർ 1 4, സെറ്റ് ഓൾഡ് പെയർ 2 3, സെറ്റ് ഓൾഡ് പെയർ 2 4. പിന്നെ 2 എലമെന്റ്സ് ഉള്ളിൽ 3 എലമെന്റ്സ് ഉള്ളിൽ 4 എലമെന്റ്സ് ഉള്ളിൽ സെറ്റ് എഴുതുക. അപ്പൊ എല്ലാ സബ്സെറ്റ്സും എഴുതുക.
Next A, B, C given. Verify A cross B union C equal to A cross B union A cross C. ഇത്രയുമാണ് ഓർഡേർഡ് പെയേഴ്സിലും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലും പഠിക്കാനുള്ളത്. താങ്ക് യു.